റിച്ച്മോണ്ട് സർക്കിളിലുള്ള ആളുടെ പഴയൊരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അവിടെ നിന്ന് സർജാപൂറുള്ള പ്ലോട്ടാണ് ആൾ വാങ്ങിയിട്ട് 6 ലക്ഷം രൂപയ്ക്ക് എത്രയ്ക്കോ വാങ്ങിയിട്ട് ഇപ്പോൾ 12 കോടി അങ്ങോട്ട് വെറുത്തുള്ളൊരു സംഭവമായി. ഇത് നമ്മുടെ ഒരു വ്ളോഗെന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ സമയത്ത് 9:30 ആയി. ഞാനിപ്പോഴാണ്, ഇന്നിപ്പോൾ ജനുവരി 30 എന്തായാലും നാളെ ഈ വീഡിയോ എന്തായാലും വരും. ഞാനിപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഡോക്ടർ റോയ് സാർ സൂയിസൈഡ് ചെയ്ത സംഭവം. അപ്പോൾ എനിക്ക് പേഴ്സണലി അയാളെ ഭയങ്കര ഉള്ളൊരു ആളാണ്. ഭയങ്കര നമ്മുടെ ഒരു റോൾ മോഡൽ, ഭയങ്കര ഒരു ലോകത്ത് നിന്ന് ഗ്രോത്തായി വന്നിട്ടുള്ള ഒരാൾ. പിന്നെ നമുക്കൊരാളുടെ പേഴ്സണാലിറ്റി, നമുക്കാളുടെ സംസാരത്തിൽ കണ്ട് എനിക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എനിക്ക് ഒരു നല്ല രീതിയിലൊരു ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ആൾ. ഇതിപ്പോൾ എന്താ സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞപ്പോൾ ആളിങ്ങനെ സൂയിസൈഡ് ചെയ്തേക്കാണ്. റിച്ച്മോണ്ട് സർക്കിളിലുള്ള ആളുടെ ഓഫീസിൽ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലാണ് സംഭവം നടന്നേക്കണത്. എന്താ സംഭവം നമുക്കറിയില്ല, ഞാനിപ്പോൾ തന്നെ അറിഞ്ഞുള്ളൂ സംഭവം. അപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ബാംഗ്ലൂർക്കാർക്കൊക്കെ അഭിമാനം ഇതായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഈ പുള്ളി. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് HSR ആണല്ലോ. അപ്പോൾ HSR ആളുടെ ബോഡി നാരായണ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പോയി നോക്കാം, കാണാനൊന്നും പറ്റില്ല, ആളൊക്കെ വലിയ ആളാണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് അവിടെ പോയി എന്താ സിറ്റുവേഷൻ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഹായ് ഗൈസ്. സോ നേരെ നമ്മൾ ബേസിക്കലി അങ്ങോട്ട് പോയി ഒരു 9:30 ആകുമ്പോഴാണ് നമ്മൾ എത്തിയത്. സോ നമ്മളവിടെ എത്തുമ്പോഴേലും ഒരു 2-3 മണിക്കൂർ മുന്നേ സംഭവം അവരവിടെ നിന്ന് അത് കൊണ്ടുപോയിട്ടുണ്ട്, ഡെഡ് ബോഡി. സോ അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ ബാരിക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ലേറ്റായിട്ട് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. സോ നാരായണ ക്ലിനിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ ഇപ്പം ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ. സോ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇപ്പോൾ എന്താ പറയുക, ഈ റിച്ച്മോണ്ട് സർക്കിളിലുള്ള ആളുടെ പഴയൊരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അവിടെ നിന്ന് അങ്ങനെ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇതാവാണ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ പോയി എന്തെങ്കിലും കാണാൻ പറ്റും, എന്താണ് ഇൻസിഡൻറ്റ് സംഭവം എന്നുകൂടി നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടിയും ലൈവായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ നമുക്ക് ബേസിക്കലി ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു റിസർച്ച് പ്രകാരം ഇപ്പോൾ സംഭവം പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് അറിയാൻ പറ്റണത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ പറയുന്നുണ്ട്, മീഡിയക്കാരാണ് പറയുന്നത് തലയിൽ ഹെഡിൽ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ആൾ മരിച്ചെന്നുള്ളത്. പക്ഷെ കുറേ പേര് പറയണത് അങ്ങനെയല്ല, അത് റോങ് ആണ്. ഹെഡിൽ ആൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടല്ല സൂയിസൈഡ് തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല മരണകാരണം എന്നാണ് എല്ലാവരും പറയണത്. ഇപ്പോൾ മീഡിയക്കാർ കുറേ വെറുതെ തള്ളിവിടാമെന്നാണ് എല്ലാവരും പറയണത്. സോ എന്തായാലും എല്ലാവർക്കും ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇതിൽ എനിക്കറിയുന്ന ആളുടെ ഒരു പേഴ്സണാലിറ്റിയും ഒരു നോളേജും വെച്ചിട്ട് പറയുന്ന ഒരു നഷ്ടമായിരിക്കും. അത്യാവശ്യം ഹെൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാലും. പിന്നെ ആവേശ സിനിമയിൽ പറയണ പോലെ എയർപോർട്ട് ഇപ്പം ഇത്ര വാല്യൂ ആയി എന്ന് പറയുന്ന ഒരു സീൻ, അതൊരിക്കും ആളിനെ റിലേറ്റബിൾ ആക്കിയിട്ട് ആ പടത്തിൽ കാണിച്ചിട്ടുള്ളതാണ്. അത് ശരിക്കും അങ്ങനെ ഡയറക്ടർ അങ്ങനെ ചിന്തിച്ചിട്ടല്ലെങ്കിലും പക്ഷെ അത് ആളിനെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ആക്ച്വലി. അത് ആളൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. സർജാപൂറുള്ള പ്ലോട്ടാണ് ആൾ വാങ്ങിയിട്ട് 6 ലക്ഷം രൂപയ്ക്ക് എത്രയ്ക്കോ വാങ്ങിയിട്ട് ഇപ്പോൾ 12 കോടി അങ്ങോട്ട് വെറുത്തുള്ളൊരു സംഭവമായി. അപ്പോൾ ആ ഒരു സംഭവമാണ് അതിൽ കാണിച്ചേക്കുന്നത്. ഡയറക്ടർ എങ്ങനെ കാണിച്ചത് നമുക്കറിയില്ല, പക്ഷെ ആളതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും അറിയണ പോലെ അങ്ങനെ ഒരു അത്യാവശ്യം എന്താ പറയുക, ഞാൻ കണ്ടതിൽ ഒരു റിച്ചസ്റ്റ് ആളാണെങ്കിലും ഭയങ്കര കൂളായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെ അഹങ്കാരമൊന്നും കാണിക്കാണ്ട്. സോ നമുക്കതിങ്ങനെ അറിഞ്ഞൊരു സങ്കടം. സോ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം തോന്നി. സോ നമ്മളിവിടെ ബാംഗ്ലൂരുള്ളതുകൊണ്ടും നമ്മളിവിടെ HSR സ്റ്റേ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അത്രയേ ഉള്ളൂ ഗൈസ്.